നമസ്കാരം. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റിയതിനെതിരെ ഡോക്ടർ ബി അശോകും കേന്ദ്ര ഡെപ്യൂട്ടേഷന് എതിർപ്പില്ലാ രേഖ നൽകാത്തതിനെതിരെ അഗ്നിരക്ഷാസേനാ മേധാവി യോഗേഷ് ഗുപ്തയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിയമ പോരാട്ടത്തിന്. ബി അശോക് IAS അസോസിയേഷന്റെ മുൻ പ്രസിഡന്റാണ്. യോഗേഷ് ഗുപ്ത IPS അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റും. കൃഷി വകുപ്പിന്റെ കേര പദ്ധതിക്കുള്ള ലോകബാങ്ക് സഹായം ധനവകുപ്പ് കൈമാറാൻ വൈകിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്ന സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്നാണ് അശോകിനെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് മാറ്റിയത്. KTDFC ചെയർമാനായി നിയമിച്ചെങ്കിലും സ്ഥാനമേൽക്കാതെ അശോക് അവധിയിൽ പോയി. ഇതിനുശേഷമാണ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. മുമ്പ് ഇത്തരം നിയമ പോരാട്ടങ്ങളിലൂടെ ചർച്ചകളിൽ നിറഞ്ഞ ഉദ്യോഗസ്ഥനാണ് അശോക്. സർക്കാരിനുള്ള പകയാണ് എല്ലാത്തിനും കാരണം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമുമായിട്ടുള്ള പ്രശ്നമാണ് അശോകിന് വിനയായത്. യോഗേഷ് ഗുപ്തയ്ക്കും കാരണം അതുതന്നെ. കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെയും CBI ഡയറക്ടറുടെയും ഒഴിവുകളിലേക്ക് യോഗേഷ് ഗുപ്ത അപേക്ഷിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനം അദ്ദേഹത്തിന് എതിർപ്പില്ലാ രേഖ നൽകിയില്ല. സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് കാരണം. കേന്ദ്രം നിർദ്ദേശ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ കേരളത്തിലെ പോലീസ് മേധാവി സ്ഥാനത്തേക്കും പരിഗണിച്ചില്ല. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ KM എബ്രഹാമിനെതിരെയുള്ള അന്വേഷണ ഫയലുകൾ CBIക്ക് യോഗേഷ് ഗുപ്ത കൈമാറിയിരുന്നു. ഇതോടെയാണ് സർക്കാരിന് യോഗേഷ് വില്ലനായതെന്നാണ് വിലയിരുത്തലുകൾ. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനുള്ള വിജിലൻസിന്റെ സ്ഥിതിവിവര റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാത്തതും പ്രതികാരമാണ്. കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനം പ്രവർത്തിച്ചതെന്ന് കാട്ടിയാണ് അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 27-ന് സമർപ്പിച്ച ഹർജിയിൽ ട്രൈബ്യൂണൽ ഇന്ന് വാദം കേൾക്കും. റിപ്പോർട്ട് കൈമാറില്ലെന്ന കടുംപിടുത്തം സർക്കാർ തുടരുന്ന സാഹചര്യത്തിലാണ് യോഗേഷിന്റെ നീക്കം. സർക്കാരിന് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തത്. കേന്ദ്ര സർവീസിൽ DGP ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ കത്തും ഇമെയിലും വഴി 9 തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഗൗനിച്ചില്ലെന്നും ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള വളർച്ച തടയാൻ ലക്ഷ്യമിട്ടാണിതെന്നും അദ്ദേഹം ഹർജിയിൽ കുറ്റപ്പെടുത്തി. ഇത്തരം റിപ്പോർട്ടുകൾ ആയുധമാക്കി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷ സേവന കാലയളവിലെ വിശദാംശങ്ങൾ ആരാഞ്ഞ് അടിയന്തരമായി ലഭ്യമാക്കുക എന്ന നിർദ്ദേശത്തോടെ ഈ വർഷം ഏപ്രിലിലാണ് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ മെയ്യിൽ തനിക്ക് അനുകൂലമായി റിപ്പോർട്ട് അന്നത്തെ പോലീസ് മേധാവി S ദർവേഷ് സാഹിബ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സർക്കാർ അത് പിടിച്ചുവെച്ചു. റിപ്പോർട്ട് കൈമാറണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം നൽകിയെങ്കിലും ഗൗനിച്ചില്ല. പിന്നാലെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ അപേക്ഷ നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ല. DGP നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകിയെങ്കിലും അതും നിഷേധിക്കപ്പെട്ടു. തന്നെ ദ്രോഹിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മറ്റു മാർഗമില്ലാതെയാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചതെന്നും യോഗേഷ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഉത്തരവിടണമെന്നും പിഴ ചുമത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സർക്കാർ നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും.